പ്രിയപ്പെട്ട സഹോദരികളെ, കഴിഞ്ഞ ദിനത്തിൽ രാജാക്കന്മാരുടെ പുസ്തകം നാം സമാപിപ്പിച്ചപ്പോൾ പുറകോട്ടൊന്ന് നോക്കിയാൽ ഉൽപ്പത്തി തൊട്ട് രാജാക്കന്മാരുടെ സമാപനം വരെയുള്ള കാര്യം നോക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ഉടമ്പടിയുടെ വിശ്വസ്തത, ഉടമ്പടിയോടുള്ള അവിശ്വസ്തത, അതിൻ്റെയൊക്കെ ഫലങ്ങൾ, നല്ല ഫലങ്ങൾ, തിക്തഫലങ്ങൾ, ഇതെല്ലാമാണ് കണ്ടത്. അതോട് ചേർന്നതാണ് ആ അവിശ്വസ്തത അതിൻ്റെ പാരമ്യത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നത് പോലെ തന്നെ വാഗ്ദത്ത ഭൂമി നഷ്ടപ്പെടും, അത് നിങ്ങൾക്ക് നന്മയുണ്ടാവില്ല. എന്തിനു വേണ്ടിയിട്ട് അവർക്ക് ഉടമ്പടി പാലിക്കാൻ പറഞ്ഞ് നിങ്ങൾക്ക് നന്മയുണ്ടാകാനും വാഗ്ദത്ത ഭൂമിയിൽ ചിരകാലം വസിക്കാനും വേണ്ടിയിട്ടാണ് ഉടമ്പടി അനുസരിക്കുക. എൻ്റെ വാക്ക് അത് അർത്ഥവത്തായി പൂർണ്ണമായ രീതിയിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി അത് പാലിക്കണമെന്ന് നൽകിയ നിബന്ധന വളരെ അർത്ഥവത്തായിരുന്നു. പാലിച്ചില്ല എങ്കിൽ ഉണ്ടാകാവുന്നത് വാഗ്ദത്ത ഭൂമി നഷ്ടപ്പെടും, പഴയ അവസ്ഥയിലേക്ക്, ഈജിപ്തിലെ പണ്ടത്തെ ജീവിത അനുഭവത്തിലേക്ക് തിരിച്ചു പോകും എന്ന മുൻകൂട്ടിയുള്ള അറിയിപ്പ് യഥാർത്ഥത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ടതാണ് ബാബിലോണിയൻ അടിമത്തം എന്ന് പറയും. രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ അവസാനം നാം കണ്ടത് സെദേക്യ എന്ന് പറയുന്ന രാജാവിനെ, അദ്ദേഹത്തോട് ജെറമ്യ പ്രവാചകൻ വളരെ മുൻകൂട്ടി തന്നെ പറഞ്ഞു, കീഴടങ്ങുന്നതാണ് നല്ലത്, കാരണം നമുക്ക് പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ല. അതിന് ധിക്കരിക്കുക മാത്രമല്ല, ഈ ജെറമ്യ പ്രവാചകനെ പിടിച്ച് കൽത്തുറുങ്കിലടച്ചു. നാം സൂചിപ്പിക്കുകയുണ്ടായി, യഥാർത്ഥ പ്രവാചകന്മാർ സത്യം വിളിച്ചു പറയുമ്പോൾ കൂട്ടത്തിലുള്ളവരൊക്കെ വ്യാജപ്രബോധകരായിരിക്കും, അവർ സ്തുതിപാഠകരാണ്. ആ സ്തുതിപാഠകരൊരിക്കലും അടങ്ങാനായിട്ട് സമ്മതിച്ചില്ല. അതിൻ്റെ ഫലമായിട്ടെന്താ, നിർണായകമായ സമയം വന്നപ്പോൾ പലായനം ചെയ്യേണ്ടി വന്നു. പലായനം ചെയ്ത ആളെ വഴിക്ക് വെച്ച് അവർ പിടിച്ച് ബന്ധിച്ച് അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളെ വധിച്ച് അതിൻ്റെ കണ്ണുകൾ ചുഴന്നെടുത്ത് ബാബിലോണിലേക്ക് കൊണ്ടുപോയതാണ് രാജാക്കന്മാർ 2-ാം പുസ്തകത്തിൻ്റെ അവസാനത്തിൽ കണ്ടത്. വിപ്രവാസം ആരംഭിക്കുന്നത് അങ്ങനെ. നാം ഇന്ന് കാണാൻ പോകുന്നത് ഈ ഘട്ടങ്ങളിലൂടെയൊക്കെ പ്രവാചകന്മാരെ ഇവരെ നയിച്ചിരുന്നു. ആ പ്രവാചകന്മാരുടെ വാക്കുകൾ അവർ കുറേ രാജാക്കന്മാർ ശ്രദ്ധിച്ചും മറ്റുള്ളവരൊക്കെ തിരസ്കരിച്ചും. എങ്കിൽ ദൈവം അയച്ച പ്രവാചകന്മാരെ ഈശോ തന്നെ എടുത്ത് പറയുന്നുണ്ടല്ലോ, പ്രവാചകന്മാരെ കൊല്ലുന്നവളെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവസാനത്തെ പ്രവാചകനെ സ്നാപയോഹന്നാനെ വധിച്ചതാവും കർത്താവിൻ്റെ മനസ്സിലുള്ളത്. എന്തായാലും ശരി, അങ്ങനെ സ്നേഹപൂർവ്വം വാത്സല്യപൂർവ്വം ദൈവം വളർത്തിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഒരു ശിക്ഷണത്തിന് വിധേയമായി ബാബിലോൺ അടിമത്തത്തിലേക്ക് പോകേണ്ടി വന്നു. അത് ശിക്ഷണമാണ്, അല്ല ശിക്ഷയായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വയം ബോധമുണ്ടാകാൻ, അവർ ആധ്യാത്മികമായിട്ട് വളർന്നത് വിപ്രവാസത്തിലാണ്. അവർക്കുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു. അവർക്ക് ഏറ്റവും വലിയ അവരുടെ പ്രതാപം എന്തായിരുന്നു? ദേവാലയം. അഭിമാനം എന്തായിരുന്നു? രാജാവ്. അതുപോലെ തന്നെ എന്തെല്ലാം തരത്തിലുള്ള സംവിധാനങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഒരു പരിധിവരെ പരിധി വിട്ട് രാജ്യം വളർന്നപ്പം മറ്റതൊക്കെ സാമാന്യ രാജാക്കന്മാരായി. അപ്പോൾ കുറേയേറെ അഹങ്കരിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവർ കർത്താവിൻ്റെ കൽപ്പനകൾ മറന്നു. നൽകപ്പെട്ട 10 കൽപ്പനകളെ തടവല ഗണിച്ചുകൊണ്ടുള്ള ജീവിത ശൈലിയിലേക്ക് പോയി. അപ്പോഴൊക്കെ പ്രവാചകന്മാർ വന്ന വഴി നടത്തി, പക്ഷേ കേട്ടില്ല. അപ്പോൾ അതിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഒരു പ്രവാചകനെ എടുക്കുകയാണ്. ആദ്യത്തെ പ്രവാചകൻ ആ വിപ്രവാസകാല തൊട്ട് മുമ്പുള്ള പ്രവാചകൻ ആമോസ് പ്രവാചകനാണ്, വടക്കൻ ഇസ്രായേലില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഹിസ്റ്ററി നാം കാണുമ്പോൾ ഇന്നും തുടരുന്ന ഒരു യാഥാർത്ഥ്യം, എന്നും പ്രസക്തമായ കാര്യം, ദൈവകൽപ്പന അതിനോട് ചേർന്ന് പോയാൽ ജീവിതം സുഭഗമാകും. ദൈവകൽപ്പന ലംഘിച്ചു പോയാൽ ജീവിതം ദുരന്തമാകും. എന്നും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ കൽപ്പനകൾ. കൊല്ലരുത് കൽപ്പനയല്ലേ? ഇപ്പോൾ കൊല്ലാനാർക്കാൻ മടി? ഇതെല്ലാം തരത്തിലുള്ള കൊലപാതകങ്ങൾ നടക്കുന്ന കൊട്ടേഷൻ ഗ്രൂപ്പ് തന്നെ ഇങ്ങനെ നിരനിരയായിട്ട് നീങ്ങുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ വഴിതെറ്റി പോകുന്നതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണം നമ്മുടെ ചുറ്റുപാടുമുണ്ട്.
അവരാരും തന്നെ രക്ഷപ്പെടുന്നില്ല. അവസാനം ചെന്ന് ദുരന്തത്തിൽ ചെന്ന് ചാടുക. അപ്പം അതുകൊണ്ട് ഈ പ്രവാചകന്മാരുടെ ആ ഗ്രന്ഥങ്ങൾ, ആ പ്രവാചക ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും കാലഘട്ടം കൊണ്ട് കണ്ടുമുട്ടിയ പ്രവാചകന്മാരായ നാഥാൻ പ്രവാചകനും ദാവീദിന് രാജാവിൻ്റെ മുമ്പിൽ വന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാം. വലിയ വലിയ സംഭവം, ദാവീദിനെ മാനസാന്തരപ്പെടുത്തുന്നത് നാഥാൻ പ്രവാചകനാണ്. അറിയാമല്ലോ ആ വലിയ സംഭവം. ദാവീദ് രാജാവ് തെറ്റിയത് കഴിഞ്ഞപ്പോൾ ആ തെറ്റിന് ഒരു മടിയില്ലാതെ, ഇതാണ് യഥാർത്ഥ പ്രവാചകൻ, മുഖത്ത് നോക്കി എന്തിനാ നീ ഊരിയായെ കൊല്ലിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്ത തെറ്റുകളെല്ലാം എടുത്തെടുത്ത് വ്യഭിചാരവും ഉലപാതവും ഒക്കെ എടുത്തെടുത്ത് പറഞ്ഞപ്പോൾ അതുകൊണ്ട് നിനക്ക് വരാൻ പോകുന്ന ശിക്ഷ വളരെ കൃത്യമായിട്ട് പറയും. സൂര്യൻ കത്തിച്ചൊലിക്കുന്ന സമയത്ത് തന്നെ നിൻ്റെ ഭാര്യമാർ അപമാനിക്കപ്പെടും, നിനക്കുണ്ടാകുന്ന കുഞ്ഞ് തീർച്ചയായിട്ടും മരിക്കും എന്നൊക്കെ പറയുന്ന ഭാഗത്ത് അദ്ദേഹം ഈ പ്രവചന സ്വരം ശ്രവിച്ചു എന്നുള്ളതാണ് ദാവീദിൻ്റെ ഭംഗി. ഇതാണ് ദാവീദിനെ നാം വളരെ ഉന്നതനായ വ്യക്തി, ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് പോകുന്ന വ്യക്തി എന്നും പറയുമ്പം ആ പ്രവാചക വചനങ്ങളെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന് കാലിന്മേ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് കണ്ണീർ തൂകി മനസ്തവിച്ച് ആ വലിയ മാനസാന്തരയ്ക്ക് വന്ന കഥയാണ് 51-ാം സങ്കീർത്തനം. അപ്പം നമ്മളത് കണ്ടതാണ്. അതൊരു പ്രവാചകൻ തന്നെയാണ്. അപ്പോൾ അവരുടെ നാഥാനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മൾ ഏലിയായെക്കുറിച്ച്, ഏലിയായുടെ എന്തെല്ലാം സംഭവങ്ങളാണ് ഉണ്ടായിരുന്നു. ആഹാബ് രാജാവിൻ്റെ ജസബേൽ രാജ്ഞിയുടെയും തോന്നിയാസങ്ങൾക്ക് നേരെ എതിരായി ഈശോയിലുള്ള ദൈവത്തിലുള്ള യഹോവയുള്ള വിശ്വാസം പരിത്യജിച്ചുകൊണ്ട് അതിനെ നിരോധിക്കാൻ മാത്രം ഈ രാജ്ഞി തയ്യാറാവുകയും അവസാനം ബാൽ ദേവൻ്റെ ആരാധന നടത്തുവാനായിട്ട് നിർദ്ദേശിക്കുകയും രാജ്യത്തുടനീളം ഈ വിഗ്രഹങ്ങളെല്ലാം ഉണ്ടാക്കി വെക്കുകയും ചെയ്യുന്ന ആളാണ് ജസബേൽ രാജ്ഞി. അവസാനം എന്നായി പ്രവാചകൻ പറഞ്ഞ്, നിൻ്റെ രക്തം നായ്ക്കൾ നക്കി കുടിക്കുമെന്ന് അതിലേക്ക് എത്തി. വളരെ കൃത്യമായി നമുക്കറിയാം, നാബോത്തിൻ്റെ മുന്തിരി തോട്ടം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അവനെ വധിക്കാനുള്ള പ്രേരണ ചെയ്തത് ഈ രാജ്ഞിയാണ്. രാജാവിൻ്റെ പ്രോപ്പർട്ടിയാണ് രാജ്യം എന്ന നിലയിലേക്ക് അതപ്പതിച്ചു. അപ്പോൾ അതുകൊണ്ട് നിനക്ക് മുന്തിരിത്തോപ്പ് വേണം, ആരോട് ചോദിക്കാനാണ്? ഉടനെ എന്ത് ചെയ്തു? ട്രിബ്യൂണൽ വിളിച്ചു കൂട്ടി അവിടെ ഒരു വലിയ കള്ളസാക്ഷിയെ കൊണ്ടുവന്ന് ഇദ്ദേഹത്തെ രാജ്യദ്രോഹിയായിട്ട് ചിത്രീകരിച്ച് വധിക്കുക ചെയ്തു. അതുകൊണ്ടാണ് ആ പ്രവാചകനെ ശിക്ഷ അവിടെ വിളംബരം. അതുപോലെ തന്നെ യേഹൂ എന്ന് പറയുന്ന ആൾ രാജഭരണത്തിലേക്ക് വരുന്ന അവസരത്തിൽ ആദ്യം ചെയ്തത് ഇങ്ങനെയുള്ള ആളുകളെ ഇല്ലാണ്ടാക്കുകയായിരുന്നു. ഇപ്പോൾ ജസ്ബേൽ രാജ്ഞിയൻ 3-ാം നിലയിൽ നിൽക്കുന്ന കണ്ടെത്തി യേഹൂ താഴെ ചെന്ന് അവളെ പിടിച്ച് ഇങ്ങോട്ട് എറിയാൻ പറഞ്ഞു. 3-ാം നില വലിച്ചെറിയപ്പെട്ട് ആ പാടെ അവരെ ശരീരം ചെതറി, അസ്ഥികൾ ചെതറി, എല്ലാം ചെതറി, അവസാനം നായ്ക്കൾ രക്തം നക്കി കുടിച്ച് ആ പ്രവചനം പൂർത്തിയാവുക. പിന്നീട് അങ്ങോട്ട് എലീശ പ്രവാചകൻ ഇതുപോലെ തന്നെ ഒക്കെ എത്ര വലിയ സംഭവങ്ങൾ എലീഷയുടെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ട് പോയത്. ഏലിയ കഴിഞ്ഞ് അതിൻ്റെ തുടർച്ചയായിട്ട് ഏലിയ എടുക്കപ്പെടുന്ന സമയത്ത് അത് കാണാനുള്ള ഭാഗ്യം ലഭിച്ചതുകൊണ്ട് ഏലിയായുടെ അങ്കി അത് സ്വന്തമാകുകയും അതിൻ്റെ ഇരട്ടി ശക്തി എനിക്ക് ലഭിക്കുന്ന ആഗ്രഹം അനുസരിച്ച് പൂർത്തിയാക്കപ്പെടുന്നതിന് ഫലമായി എലീശ അതിശക്തനായ പ്രവാചകനായിട്ട് മാത്രം നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് മിഖാ പ്രവാചകൻ നമുക്ക് കാണാം. മിഖായ, ഇവരെയൊക്കെ നമ്മൾ കണ്ടുമുട്ടിയ വഴിക്ക് വെച്ച് ഏതാണ്ട് ജോഷ മുതൽ 2 രാജാക്കന്മാർ വരെയുള്ള 6 പുസ്തകങ്ങളെ പൊതുവിൽ തന്നെ ആദ്യകാല പ്രവാചകന്മാർ എന്ന് പറയാറുണ്ട്. ആ പുസ്തകങ്ങളെ പൊതുവിൽ ആദ്യകാല പ്രവാചകന്മാർ എന്ന് പറയാൻ ആ പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇതിനെല്ലാം പ്രവാചകന്മാരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകിയത് കൊണ്ടാണ് അങ്ങനെ പറയാനിടയാറ്. ഒന്നും എഴുതാത്ത പ്രവാചകന്മാർ, ഏലിയ തുടങ്ങിയ ആൾക്കാർ എഴുതുന്ന പ്രവാചകന്മാരായിരുന്നില്ല. എഴുതിയിട്ടുണ്ടെങ്കിൽ അവരുടെ ശിഷ്യന്മാരാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചുരുക്കമായി ഇവരുടെ പ്രബോധനങ്ങളൊക്കെ ഈ രാജാക്കന്മാരുടെ ചരിത്രത്തിൽ കുറച്ച് ചുരുക്കമായിട്ടേ വന്നിട്ടുള്ളൂ. അവിടെ പ്രവാചകന്മാരുടെ പ്രബോധനങ്ങൾ സമഗ്രമായി അവതരിപ്പിക്കുന്ന 18 പുസ്തകങ്ങൾ ബൈബിളുണ്ട്. 18 ഗ്രന്ഥങ്ങളാണ്. അതിനകത്ത് ബാറൂക്ക് വിലാപങ്ങൾ ഒഴികെ ബാക്കിയുള്ള എല്ലാം 16 എണ്ണം അത് ഓരോ പ്രവാചകന്മാരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അവർ നമുക്കറിയാം ഏറ്റവും ദീർഘമുള്ള പ്രവചനം എന്ന് പറയുന്നത് യെശയ്യായുടേതാണ്. അതുകൊണ്ട് 16 പ്രവാചകന്മാർ പൊതുവെ 2 ഗണത്തിൽപ്പെടുന്ന വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും എന്ന് പറയും. എനിക്കറിയാം ഇത് ബൈബിൾ പഠന പരമ്പരയെ കേട്ടോ, ഉണർവ് പ്രസംഗമല്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സ്തോത്രം പറയിപ്പിലൊന്നുമില്ല. കാര്യങ്ങൾ ഗ്രഹിക്കുക, മനസ്സിലുളവാക്കുക, അതിനുശേഷം ദൈവത്തിൽ ധ്യാനിക്കുക. വലിയ പ്രവാചകന്മാരും ചെറിയ എന്ന് വേർതിരിവിന് കാരണം അതിൻ്റെ കണ്ടൻ്റല്ല, അതിൻ്റെ ദൈർഘ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള പുസ്തകങ്ങൾ ദൈർഘ്യത്തെ ആസ്പദമാക്കി അങ്ങനെ 66 അധ്യായങ്ങളുള്ള യെശയ്യായുടെ പുസ്തകമാണ് ഏറ്റവും വലുതായിട്ട് കണക്കാക്കും. നമുക്കറിയാം യെശയ്യ എന്ന് പറഞ്ഞാൽ ആ പേരിൽ 3 പേരുകളുണ്ട്.
വ്യത്യസ്തങ്ങളായ നൂറ്റാണ്ടുകൾ രചിക്കപ്പെട്ടവയാണ്. ഇപ്പം നമുക്ക് തന്നെ അറിയേണ്ടത് ഈശോയെക്കുറിച്ചുള്ള വലിയ വലിയ മുൻകൂട്ടിയുള്ള പ്രവചനങ്ങളെല്ലാം പറഞ്ഞ് മിക്കവാറും ഒക്കെ യെശയ്യായിലാണ്. കന്യഗർഭം ചെറുപ്പത്തിനെ പ്രസവിക്കുക, അപ്പോൾ ഈശോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടായി. രാജാവിന് മുമ്പിൽ പോയി പ്രവാചകൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് സംഭവിക്കുക. ഈശോ എങ്ങനെ മരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ കുരിശുമരണം എന്നൊക്കെ പറയുന്നതേ അത് അന്നേരം യാദൃച്ഛികമായി പെട്ടെന്നുണ്ടായ കാര്യമൊന്നുമില്ല. ദൈവപിതാവിൻ്റെ പദ്ധതിയിൽ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് കിടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കുരിശുമരണം അന്നത്തെ കാലഘട്ടത്തിൽ ആ സാഹചര്യത്തിൽ അങ്ങനെ അവരുടെ സാക്ഷികളെ കൊണ്ട് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെയുണ്ടായി ഇങ്ങനെയുണ്ടായി എന്നൊക്കെ പറഞ്ഞല്ലേ ഈശോ വെടിവെക്കുമെന്ന് പറഞ്ഞ് ചിന്തിക്കേണ്ട കാര്യം. അത് ദൈവം നിശ്ചയമായി നേരത്തെ കിടക്കുന്നത്. അതാണ് യേശയ്യായുടെ 53 അധ്യായത്തിൽ എടുത്തു പറയുന്നു. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാട് എന്നൊക്കെ പറഞ്ഞ ഭാഗങ്ങൾ യേശയ്യാകുമ്പം കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വലിയ പ്രവാചകനെ 3 പ്രവാചകൻ, 1 യേശയ്യ 39 വരെ, 2 യേശയ്യ 40 തൊട്ട് 55 വരെ, 3 യേശയ്യ 55 തൊട്ട് 66 വരെ. അപ്പോൾ അങ്ങനെ വലിയ പ്രവാചകനാണ്. അപ്പോൾ 66 അധ്യായങ്ങളുള്ള യേശയ്യായുടെ പുസ്തകമാണ് ഏറ്റവും വലുതെങ്കിൽ 52 അധ്യായമുള്ള ജെറമിയ ഒരുപാട് എഴുതിയിട്ടുള്ള ആളാണ്. കാര്യം ആദ്യം വിളിച്ചപ്പോഴൊക്കെ എതിർത്ത് പറഞ്ഞെങ്കിലും ഞാൻ ബാലനാണ്, എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല, എന്നെ തമ്പുരാനെ ഓർത്ത് എന്നെ വിടരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ചെങ്കിലും ദൈവം എന്നാ പറഞ്ഞത്, നിന്നെ ഞാൻ തല്ലി തകർക്കാനും പടുത്തുയർത്താനും പറിച്ചെറിയാനും പിഴുതെറിയാനും നട്ടുവളർത്താനുമായിട്ട് ഞാൻ വിളിച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ട് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നിന്നെ ഞാൻ രൂപകൽപ്പന ചെയ്തിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ ഒരുക്കുകയും ഉറപ്പിക്കുകയും ചെയ്തിട്ട് തൻ്റെ ജീവിതം മുഴുവൻ ദുസ്സഹമായ കഠിനമായ വേദനയും പീഡനമായിട്ട് അവസാനം നിരാശപ്പെട്ട് തന്നെ പറഞ്ഞില്ലേ, നീ ഇങ്ങനെ എന്നോട് ചെയ്യുന്നത്, മോശ പറഞ്ഞതുപോലെ ഞാൻ ഉണ്ടാകാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞില്ലേ, നിനക്കൊരു ആൺകുട്ടി ജനിച്ചിരിക്കുന്നു എന്ന് എൻ്റെ അപ്പനോട് എന്ന് പറഞ്ഞവനും അവൻ നശിച്ചു പോട്ടെന്നാണ് പറയാം. ഞാൻ എന്തിനിങ്ങോട്ട് ഈ ഇറങ്ങി വന്നത് ഭൂമിയിലേക്കും, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് അവനൊന്ന് കൊന്നുകളയാൻ മേലായിരുന്നു, ഞാൻ എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് എന്താ ഈ കാണുന്ന ലഹളയും ബഹളവും കൊലയും കൊലപാതകം കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതുകൊണ്ട് ഇനി മേലിൽ ഞാൻ നിന്നെക്കുറിച്ച് പറയുകയെന്ന് പറയാം. പ്രതിജ്ഞ എടുത്തുകൊണ്ട് അടുത്ത നിമിഷത്തിൽ തന്നെ പറയുക, പക്ഷേ എൻ്റെ അസ്ഥിയിൽ പൊട്ടപ്പെട്ട അഗ്നി പോലെ നിൻ്റെ വചനം എനിക്ക് അനുഭവപ്പെടും. ഇതാണ് ജെറമിയ പ്രവാചകൻ. അദ്ദേഹം വാർണിംഗ് കൊടുത്തതാണ്. നിങ്ങളെ കീഴടങ്ങിയേക്കാൻ നല്ലത് കേട്ടില്ല, ആരും കേട്ടില്ല. അക്കാലത്ത് ഉന്മാദമായ സാഹചര്യത്തിലൂടെ ജനം കടന്നു പോകുമ്പം യഥാർത്ഥ പ്രവാചകൻ്റെ സ്വരം എവിടെയാണ് കേൾക്കുന്നത്? അവിടെ അന്നേരം വ്യാജ പ്രവാചകരുണ്ട്. അവസാനം എന്ത് ചെയ്തു? അത് അവർ ഈജിപ്തിലേക്ക് പോയി, ഇവരുടെ കൂടെ പോയില്ല. ഇവർ കാര്യമായിട്ട് ക്ഷണിച്ച പ്രവാചകൻ, അവർ പോയില്ല. അതാണ് ഈ യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം തന്നെയാണ് വിലാപങ്ങൾ. ജെറൂസലേം ദേവാലയം തകർന്നു കിടക്കുന്നതിന് ചങ്കുവേദന ചങ്കുപൊട്ടി പറയുന്ന കാര്യങ്ങളാണ് വിലാപങ്ങളിൽ നാം കാണുക. അപ്പം അതുകൊണ്ട് വലിയ ഗ്രന്ഥകാരനാണ് ജെറമിയ എന്ന് പറയും. ഇപ്പോൾ ഈ പുസ്തകത്തിൽ ജെറമിയയുടെ 52 അധ്യായങ്ങളാണ്. പിന്നെ നാം കാണുന്ന എസെക്കിയേൽ പ്രവാചകനാണ്. നമുക്കറിയാതെ അങ്ങ് വിപ്രവാസത്തിലേക്ക് വിട്ട പ്രവാചകനാണ്. പോകുന്നതിന് മുമ്പ് അവരുടെ കൂടെ അങ്ങ് പോയ ആളാണ്. ഒരു പുരോഹിത ജനത്തിൽപ്പെട്ട ആളാണ്. അവിടെ എന്ത് ചെയ്യാം? ആ ജനത്തിന് പ്രത്യാശ കൊടുക്കാൻ ദൈവം കൃത്യമായിട്ട് പറഞ്ഞയച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് എസെക്കിയേലിൻ്റെ ദർശനങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. കേബാർ നദിയുടെ തീരത്തിരുന്നുകൊണ്ട് അദ്ദേഹം ദർശിച്ച ദർശനങ്ങൾ അവസാനം അത് ദൈവത്തിൻ്റെ മഹത്വം ദേവാലയത്തിൻ്റെ കിഴക്ക് വല പുറത്തേക്ക് പോകുന്ന കാണുന്ന ദർശനം 11 അധ്യായം കഴിഞ്ഞാൽ 43 അധ്യായം വരുമ്പോഴത്തേക്കും ദേവാലയത്തിലേക്ക് ദൈവത്തിൻ്റെ മഹത്വം കിഴക്കേ പാതയുടെ അകത്തേക്ക് പ്രവേശിക്കുന്നു എന്ന് പറയുന്ന സംഗതി. ഈ പ്രവാചകനാണ് ഈ മലയുടെ അടിവാരത്ത് നിർത്തിയിട്ട് അസ്ഥിക്കുമ്പാരത്തെ കാണിച്ചിട്ട് മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ മനുഷ്യപുത്ര എന്ന് അവിടെ വിളിക്കുന്ന ആ പദമാണ് ഈശോയ്ക്ക് തന്നെക്കുറിച്ച് തന്നെ പറയാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പദം. മനുഷ്യപുത്രൻ ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെടുകയും കുരിശിത്തറയ്ക്കപ്പെട്ട് വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തുനിൽക്കുകയും ചെയ്യുന്നത് മനുഷ്യപുത്രൻ എന്ന പദമാകുകയും മനുഷ്യപുത്രന് തലയായിക്കാൻ ഇടമില്ല. ആ പ്രവചനങ്ങളൊക്കെ എസെക്കിയേലിൽ നിന്ന് കടന്നു വരുന്നതാണ്. അതുപോലെ തന്നെ എസെക്കിയായുടെ 37-38 അധ്യായങ്ങൾ ഇപ്പം ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ഇപ്പോഴും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ലോകാവസാനത്തെക്കുറിച്ച്, അവസാന യുദ്ധത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ആ പറയുന്ന ആ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ അവതരിപ്പിക്കുന്ന ഇസ്രായേലിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ ഇന്നൊക്കെ എടുത്ത് നോക്കാം പറഞ്ഞത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ എന്ന് തോന്നിപ്പോവും. എത്ര നൂറ്റാണ്ട് മുമ്പ് എഴുതുക അതൊക്കെ? കർത്താവിന് പോലും 4 നൂറ്റാണ്ട് മുമ്പ് എഴുതിയല്ലേ. 587 ഈ വിപ്രവാസം നടക്കുന്നത്. അന്നേരം അദ്ദേഹം ജീവിച്ചിരിക്കുക 537 വരെ 50 വർഷക്കാലം അവരവിടെ ജീവിച്ചിരുന്നു ഈ വിപ്രവാസം. അതിൻ്റെ കൂടെയാണ് വളരെ ശക്തനായ മിടുക്കനായ ചെറുപ്പക്കാരനായ രാജകുമാരനായ ദാനിയേൽ. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് 14 അധ്യായങ്ങളാവും.
14 അധ്യായങ്ങൾ, ഇപ്പം ചെറുതാണെങ്കിലും ശരി വളരെ പ്രധാനപ്പെട്ട പ്രവചനമാണ് ദാനിയേലിൻ്റെ പ്രവചനം എന്ന് പറയുന്നത്. നെബൂഖദ്നേസർ രാജാവ് സ്വപ്നം കണ്ടിട്ട് അവസാനം അവിടെയുള്ള ആരോ മാന്ത്രികരെ വിളിച്ചു വരുത്തി അദ്ദേഹം സ്വപ്നം മറന്നുപോയി, എന്താ സ്വപ്നം ഞാൻ കണ്ടത് എന്ന് പറയാൻ പറഞ്ഞിട്ട് അവർക്കാർക്കും ഒരു നിവൃത്തിയില്ലായിരുന്നു ഒന്നും പറയാൻ. രാജാവ് പറ സ്വപ്നം എന്നാണ്, അപ്പം ഞങ്ങൾ വ്യാഖ്യാനിക്കാം. ഇപ്പം രാജാവ് ഞാൻ മറന്നുപോയി. നെബൂഖദ്നേസർ രാജാവ് സ്വപ്നം കണ്ടത് എന്താണെന്ന് പറയാൻ വേണ്ടി അവരെ കൊണ്ട് കണ്ടില്ല. ദാനിയേൽ എന്ന് പറഞ്ഞു രാജാവ് കണ്ട സ്വപ്നം ഇതല്ലേ? സ്വർണം കൊണ്ടുണ്ടാക്കിയ ഭയങ്കരമായ ശരീരത്തുള്ള ഒരു ഭയങ്കര പ്രതിരൂപം, അതിൻ്റെ ഇടയിൽ അതിൻ്റെ ജങ്കും അവിടെയൊക്കെയുള്ള ചെമ്പ് കൊണ്ട്, പിന്നെ അതിൻ്റെ അരവാവൊക്കെ ഇരുമ്പ് കൊണ്ട്, പിന്നെ കാലിൻ്റെ അടിയിൽ കിടന്ന് ഇരുമ്പും മണ്ണും ചേർന്ന സംഗതി. അപ്പോൾ ആ വലിയ ഒരു കരിങ്കല്ല് ഉരുണ്ട് വന്ന് അതിൻ്റെ തട്ടി തകരുന്ന കണ്ടില്ലേ രാജാവ്? ഇതല്ലേ കണ്ട സ്വപ്നം? അപ്പോൾ ദാനിയേൽ രാജാവ് ഈ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോൾ ആ രാജാവ് ദാനിയേൽ ആരാണ് അപ്പോഴാണ് മനസ്സിലാകും. യൂസേപ്പിൻ്റെ സ്വപ്ന വ്യാഖ്യാനം പോലെ തന്നെ വാസ്തവത്തിൽ സംഭവം എന്നതാണ്. ഇതെല്ലാം അന്നും ഭരിക്കുന്ന രാജാവിന് തകർച്ചയുണ്ടാകും, അടുത്ത ഘട്ടങ്ങൾ വരുന്നവനൊക്കെ തകർന്നു പോകും. പേർഷ്യൻ രാജാവ് അതിൻ്റെ പുറകെ വരും, അതിൻ്റെ പുറകെ വന്ന് അലക്സാണ്ടർ വരും, പിന്നെ യവന ഭരണം ഉണ്ടാകും. അതെല്ലാം കഴിയുമ്പോഴത്തേക്കും പിന്നീട് മക്കബയക്കാർ കാര്യം വരും, അത് കഴിഞ്ഞ് റോമാക്കാർ വരും. അതായിരിക്കും ഏറ്റവും വലിയ സംഗതി. അവർ വന്നു കഴിയുമ്പോൾ അവരും തകർന്നു പോകും. അപ്പോൾ അത് എടുത്തു പറയുന്നത് അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് പ്രവചന വ്യാഖ്യാനം ദാനിയേൽ നൽകുകയാണ്. അപ്പോൾ ഈ ദാനിയേലിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്ത് പോയി മാത്രമേ ഉള്ളൂ. പിന്നീട് അതിനകത്ത് കാണുന്നത് അപ്പോൾ യെരേമിയായുടെ 2 പുസ്തകങ്ങളാണ്, ബാറൂക്കും വിലാപങ്ങളും. ബാറൂക്ക് യെരമ്യായുടെ ശിഷ്യനും ഗുമസ്തനുമായിരുന്നു പറയുന്നു, യെരമ്യായുടെ ശിഷ്യൻ. അപ്പോൾ വിലാപങ്ങൾ ജെറുസലേമിൻ്റെ നാശത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. അപ്പോൾ ആ വിലാപങ്ങൾ വാസ്തവം പറഞ്ഞാൽ ഒരു ജനത്തിൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പാണ്. അവിടെയാണ് അത് വാസ്തവത്തിൽ മനുഷ്യന് ദാനിയേൽ പ്രവാചകൻ അദ്ദേഹം എന്ത് ചെയ്തു? പ്രവാചകൻ എന്ന് പറയാൻ ചെറുപ്പക്കാരനെ പയ്യന് അതേ അടിമത്തത്തിൽ അവിടെയായിരുന്നു വിപ്രവാസനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മഹിമ കൊണ്ട്, രാജകീയ മുഖം കൊണ്ട്, രാജകീയ കഴിവുകൊണ്ട് അദ്ദേഹത്തിന് വലിയ ഉന്നതമായ സ്ഥാനം കൊടുത്തു. എങ്കിലും അദ്ദേഹം ദേവാലയം ഇരിക്കുന്ന സ്ഥലത്തേക്ക് ജനൽ തുറന്നിട്ട് അങ്ങോട്ട് നോക്കിയിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ പ്രവാചകന് എഴുത്തുകാരാകണമെന്നില്ല, എല്ലാ പ്രവാചകന്മാരും എഴുത്തുകാരൊന്നുമല്ല. അവർ മെയിനായിട്ട് പ്രസംഗകരായിരുന്നു. ജനത്തെ ബോധ്യപ്പെടുന്ന രീതിയിൽ അവർ വചനം പ്രഘോഷിക്കുമായി മനുഷ്യരുടെ ഹൃദയത്തിൽ തട്ടുന്ന രീതിയിലും അവർ ലഭിച്ച ആ വചനം അവർ ജനങ്ങൾക്ക് പ്രസംഗിച്ചു. പിന്നെ ശിഷ്യന്മാരാണ് അവ പുസ്തകങ്ങളാക്കി വെച്ചത്. അതുകൊണ്ട് നമുക്കൊരു കാഴ്ചപ്പാട് നമുക്ക് വേണം. പ്രവാചകന്മാരെ നമുക്ക് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഓർക്കണം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററിയും കൂടെ അറിഞ്ഞെങ്കിലേ അതിൻ്റെ അർത്ഥം മുഴുവൻ വ്യക്തമാക്കി നമുക്ക് കിട്ടുകയുള്ളൂ. ഇന്നത്തെ കാലഘട്ടം വെച്ചുകൊണ്ട് അപ്ലിക്കേഷൻ ചെയ്തത് അന്ന് എന്തായിരുന്നു, എന്തുകൊണ്ടാണ് ആ പ്രവാചകൻ അങ്ങനെ സംസാരിച്ചു, അന്നുണ്ടായിരുന്ന ഇസ്രായേലിൻ്റെ അവസ്ഥ എന്താണ്, അന്നുള്ള രാജാക്കന്മാർ ഭരണ രീതി എന്താണ്, എന്തിനാണ് ഈ അപലപിച്ചതൊക്കെ. പക്ഷേ ആമോസ് പ്രവാചകനൊക്കെ വലിയ വിപ്ലവകാരിയായിരുന്നു, ഭയങ്കരമായ വിപ്ലവകാരി. അപ്പം അതുകൊണ്ട് വലിയ ദാരിദ്ര്യത്തിൻ്റെ അങ്ങ് പടുകുഴി പാവങ്ങൾ കിടക്കുമ്പം സമ്പന്നൻ അതിഭയങ്കരമായ ആഡംബരത്ത് ജീവിച്ചിരുന്നതിനൊക്കെ എതിരായിട്ടും അതിശക്തമായിട്ട് പ്രതികരിച്ചു. അങ്ങനെയാണ് ആമോസ് പ്രവാചകനിലേക്ക് വരിക. ആമോസിൻ്റെ പുസ്തകം ഒന്ന് വായിച്ചു നോക്കുക. അടുത്ത പ്രബോധനം അല്ലെങ്കിൽ അടുത്ത ക്ലാസ് വരുന്നതിന് മുമ്പ് പ്രവചനമൊക്കെ ഒന്ന് വായിച്ച്, വലിയ ദീർഘമായ പ്രവചനമൊന്നുമല്ലോ, ചെറുതല്ലേ, അങ്ങനെ വായിച്ചിരിക്കാമെങ്കിൽ നമുക്കത് കൂടുതൽ ആത്മീയമായ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കും. ഇവിടെയാണ് നമ്മുടെ മനസ്സുറയ്ക്കേണ്ടത്. നമ്മുടെ ഈ പറയുന്ന ഉണർവ് പ്രസംഗങ്ങൾ കേൾക്കുന്നത് നല്ലതാണ് കേട്ടോ, ഞാനതിനെതിരൊന്നുമല്ല. ഉണർവ് പ്രസംഗം കേൾക്കുന്നതുകൊണ്ട് പെട്ടെന്നൊരു ആവേശം ഉണ്ടാകുന്നു, അല്ലല്ലേ, പാടുന്നു സ്തോത്രഗീതം പാടുന്നതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ അടിസ്ഥാനപരമായി നമ്മുടെ വിശ്വാസത്തിൻ്റെ ആരായ വേരെന്തെന്ന് അറിയുകയും ആണെങ്കിൽ യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന ധ്യാനാത്മകമായ പ്രാർത്ഥനയാണ്. അവിടെ വലിയ ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാകണമെന്നില്ല. ഇനി ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്നതിലൊന്നും എതിരൊന്നുമല്ല. പ്രാരംഭകർക്കൊക്കെ നല്ല ഒരു ഷോക്ക് എക്സ്പീരിയൻസ് എന്നല്ലേ. എന്നാൽ അതേ സമയത്ത് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന ഹൃദയത്തിൽ ധ്യാനിക്കുന്നതാണ്, ഹൃദയത്തിൽ കർത്താവിൻ്റെ ബന്ധപ്പെട്ട ജീവിതത്തെ കാണുന്നതാണ്. അവിടെ ഈ പ്രവാചകന്മാരൊക്കെ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഒരു ആന്തരിക മനുഷ്യരായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ 9 അധ്യായങ്ങളുണ്ട്, 146 വാക്യങ്ങൾ, അത്രയേ ഉള്ളൂ. 9 അധ്യായങ്ങളും 146 വാക്യങ്ങളുമാകും. അപ്പോൾ അത് ജനജീവിതത്തെ വിലയിരുത്തിയിട്ട് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ പ്രവാചകനാണ്. ജനജീവിതത്തെ മുഴുവൻ ഈ പ്രവാചകന്മാരൊക്കെ പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിൽ ജനത്തെ ഉൾക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ കാണുന്ന വീഴ്ചയും അതിൻ്റെയൊക്കെ താഴ്ചയും ഒക്കെ
പോകുന്ന പോക്ക് കണ്ടുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ശക്തമായ നിലപാടെടുത്ത ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് മാനസാന്തരത്തിന് ആളുകളെ ആഹ്വാനം ചെയ്യുക, അവരുടെ ലക്ഷ്യം അതായിരുന്നു. മാനസാന്തരത്തിന് ആഹ്വാനം ചെയ്യുക, അല്ല അവരേതെങ്കിലും തരത്തിലൊക്കെ പ്രോസ്പെറിറ്റി ഗോസ്പൽ വിളിച്ച് പറഞ്ഞതിന് ശേഷം കയ്യടി നേടാൻ വേണ്ടിയിട്ട് പറഞ്ഞവരല്ല. അവരൊക്കെ പ്രവചിച്ചതിന് ശേഷം അടി കൊള്ളുകയായിരുന്നു. ഇപ്പം കയ്യടിയല്ല കിട്ടിയത്, നല്ല ഒന്നൊന്നര അടി കൊള്ളുകയായിരുന്നു. അതുപോലെ പീഡനത്തിന് വിധേയമാവുകയായിരുന്നു. അദ്ദേഹം സാമൂഹ്യ നീതിയുടെ പ്രവാചകൻ എന്നാണ് ആമോസിനെ കുറിച്ച് പറയുന്നത്. ഇന്ന് എന്തുമാത്രം പ്രസക്തമായതാണ് സാമൂഹ്യ നീതിയുടെ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തെ വളരെ കൃത്യമായ നീതി ജലം പോലെ ഒഴുകട്ടെ, അദ്ദേഹത്തിന് മനോഹരമായ വാക്യമാണ്. നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം വറ്റാത്ത നീർച്ചാൽ പോലെയും. നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം വറ്റാത്ത നീർച്ചാൽ പോലെയും. 5-ാം 24-ാം വാക്യമാണ്. അപ്പോൾ ഇസ്രായേൽ കന്യക വീണുപോയി, അദ്ദേഹം സങ്കടപ്പെടുക. ഇസ്രായേൽ കന്യക വീണുപോയി, ഇനി ഒരിക്കലും അവൾ എഴുന്നേൽക്കുകയില്ല. 5-ാം 2-ാം വാക്യമാണ്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളെ കാതലായ ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നു മാത്രം. പിന്നെ അധ്യായം തിരിച്ച് നമ്മൾ പിന്നീട് കാണുന്നതാണ്. ഈ രാമുഖമാണ് കേട്ടോ, നമ്മൾ അധ്യായം തിരിച്ച് കാണും. രാമുഖമായിട്ട് പശ്ചാത്തലം അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമല്ലേ നമുക്കൊരു അധ്യായം വായിക്കുമ്പോൾ അതിനെ ഉൾക്കൊള്ളാനായിട്ട് പറ്റുകയും. അതിൻ്റെ ചരിത്ര പശ്ചാത്തലം നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പോൾ യൂദ അന്ന് ഭരിക്കുന്ന ഊസിയ രാജാവാണ്. ഊസിയ മരിച്ച ഘട്ടങ്ങളിലാണ് പിന്നെ ഏശയ്യ പറയുന്നത്. അപ്പം അല്ലേ 6-ാം അധ്യായത്തിൽ പറയുന്നില്ല ഏശയ്യ ഊസിയ രാജാവ് മരിച്ച ദിവസം എന്ന് പറഞ്ഞതിന് ശേഷം പറയും ആ ഊസിയാണിത്. ഇസ്രായേൽ എന്ന് പറയുന്ന ജെറോബോവാം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ജെറോബോവമല്ല. ആദ്യത്തെ ജെറോബോവാണ് വാസ്തവത്തിൽ ഈ വടക്കൻ ഇസ്രായേലിനെ സൃഷ്ടിക്കുന്നത്. അന്ന് ദാവീദ് ഗോത്രവുമായിട്ട് പിണങ്ങി പെശകായിട്ട് വന്നതിന് ശേഷം അദ്ദേഹം 10 ഗോത്രങ്ങളെയും കൊണ്ട് വേർപിരിഞ്ഞങ്ങ് പോയിട്ട് മറ്റൊരു രാജ്യമായിട്ട് തീർത്തത് ജെറോബോവാമാണ്. ആ പേരിൽ വന്നിരിക്കുന്ന 2ാമത്തെ രാജാവാണ് ഇപ്പോഴത്തെ രാജാവ്. അപ്പോൾ അവിടെ ഉണ്ടായത് ഒരു ഭൂകമ്പം അവിടെ ഉണ്ടായത്. ആ ഭൂകമ്പം ഉണ്ടാകുന്ന 2 വർഷം മുമ്പാണ് ഈ പ്രവാചകൻ അരുളപ്പാട് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുമ്പോൾ ഈ പ്രവാചകൻ കടന്നു ചെല്ലാൻ പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് വളരെ വളരെ അനീതിയുടെ കാലഘട്ടത്തിലേക്ക് രണ്ട് BC 780 തൊട്ട് BC 741 വരെ കാറ്റങ്ങളിലാണ് ഈ ജെറോബോവാം ഭരിക്കുന്നത്. 783 തൊട്ട് 743 വരെ എന്ന് പറഞ്ഞാൽ അത് 40 വർഷത്തോളം ഭരിച്ചു എന്നുള്ള ദീർഘമായ കാലയളവ്. അവിടെ ഊസിയ രാജാവാണെങ്കിൽ 781 തൊട്ടും 74 വരെ, 81 തൊട്ട് 74 വരെ അദ്ദേഹം ഭരിച്ച കാലഘട്ടങ്ങളാണ്. അപ്പോൾ വടക്കൻ രാജ്യത്തിൽ നിന്നാണ് ആമോസ് വരുന്നത്. വടക്കൻ രാജ്യമായ ഇസ്രായേലിനാണ് വരുന്നത്. നമുക്കറിയാം സാഹചര്യം എന്തായിരുന്നു. രാജാക്കന്മാരെന്ന് വല്ലാത്തൊരു അന്തരീക്ഷം സൃഷ്ടിച്ചു. കാരണം ജെറൂസലേം ദേവാലയമായിരുന്നല്ലോ അവരുടെ കേന്ദ്രം. അതായിരുന്നു യഹോവയുടെ സാന്നിധ്യത്തിൻ്റെ അടയാളം. അങ്ങോട്ടുള്ള പോക്ക് അങ്ങ് നിരോധിച്ചു. അതെന്തിനാ? അങ്ങോട്ട് പോയി കഴിയുമ്പോൾ വടക്കൻ ഇസ്രായേലിൽ നിന്ന് ജനത്തിന് തെക്കൻ ഇസ്രായേൽ രാജാവിന് കൂടുതൽ അടുപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടതുകൊണ്ട് അത് പോക്ക് നിരോധിച്ചു. നിരോധിച്ച് കഴിയുമ്പോൾ എന്നാ അവർക്ക് പകരം കൊടുത്തത്? പകരം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ളതിനെ ആരാധിക്കാൻ ഇഷ്ടമുള്ള വിഗ്രഹങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. നമുക്ക് വടക്കൻ ഇസ്രായേലിൻ്റെ ആ നാശം പോകുന്ന പോക്കുണ്ട്. അതുകൊണ്ട് തന്നെ BC 721 ആയപ്പോഴത്തെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകേണ്ടി വന്നു. കംപ്ലീറ്റ് അസീറിയക്കാർ തകർത്ത് തരിപ്പണമാക്കി. അപ്പോൾ അതുകൊണ്ട് ആമോസങ്ങ് വടക്കുന്ന് വന്നു. അതുകൊണ്ട് ജെറോബോവാമിൻ്റെ 2ാം പകുതിയിൽ 760 കൂടിയാണ് അദ്ദേഹം കടന്നു വരുന്നതെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഏതാനും മാസങ്ങൾ ഈ പ്രവാചകനും ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ ഏറെ വർഷങ്ങളോ ഒന്നും പ്രവചിച്ചില്ല. ഏതാനും മാസങ്ങൾ മാത്രമേ പ്രവചിച്ചു. അന്നുണ്ടായിരുന്ന ഒരു പുരോഹിതനാണ് ബേഥേലിലെ അമാസ്യ എന്ന് പറയുന്ന പുരോഹിതനം. അതുപോലെ പ്രവചനത്തെ മുടക്കിയപ്പോൾ അനുസരിച്ചു. അപ്പോൾ ആ കാലഘട്ടത്തിൽ മാത്രം അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ 1.5 നൂറ്റാണ്ട് ഇവർ അങ്ങോട്ട് യുദ്ധം ചെയ്തു. ചേട്ടനും അനിയനും അല്ലെങ്കിൽ സഹോദരങ്ങളാണ്. അതായത് അങ്ങ് എഫ്രൈമും യൂദായും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തു. വടക്കൻ ഇസ്രായേലും യൂദായും തമ്മിൽ 1.5 നൂറ്റാണ്ടോളം യുദ്ധം ചെയ്യാനിടയായി. അതേ സമയത്ത് ഇവരുടെ കാലഘട്ടം വന്നു കഴിയുമ്പോൾ ഈ ഊസിയ രാജാവിൻ്റെയും ജെറോബോവാമിൻ്റെയും കാലഘട്ടം വന്നു കഴിയുമ്പോൾ അവരൊക്കെ അണ്ടർസ്റ്റാൻഡിങ് ആയി, യുദ്ധം നമുക്ക് വേണ്ട. ഇപ്പോൾ യുദ്ധത്തിന് വിരാമമുണ്ടായി. യുദ്ധത്തിന് വിരാമമുണ്ടായപ്പോൾ അതിഭയങ്കരമായ ഭൗതിക വളർച്ചയുണ്ടായി. ദാവീദിൻ്റെ കാലഘട്ടം പോലെയായി. ഇതാ അതിൻ്റെ പ്രത്യേകത. ഇതല്ലേ എപ്പോഴും അങ്ങനെ അല്ലേ? നമുക്ക് ആഭ്യന്തര യുദ്ധം നടക്കുകയാണെങ്കിൽ പണ്ടേ നമ്മൾ എന്തൊരു പട്ടിണി ചെന്ന് ചാടിയേനെ. ആഭ്യന്തര യുദ്ധം അല്ലെങ്കിൽ വേണ്ട മറ്റ് ഈ പാകിസ്ഥാൻ ചൈനയുടെ യുദ്ധമായാലും ശരി, നമ്മുടെ പണം മുഴുവൻ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മുടെ പണം മുഴുവൻ ആയുധത്തിന് വേണ്ടി ചിലവഴിക്കും. അന്നേരത്തേക്കും സാധാരണഗതികളെ പ്രശ്നങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. പാവപ്പെട്ടവർ വീണ്ടും പാവപ്പെട്ടവരായിട്ട് തീരും.
യുദ്ധത്തിൻ്റെ പറഞ്ഞത് പോലും സാധാരണഗതിയിൽ പട്ടിണിയാണ്. അപ്പം അതുകൊണ്ട് യുദ്ധവിരാമം ഉണ്ടായി ദാവീദിൻ്റെ കാലം പോലെ യുദ്ധമില്ലാണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ സമൃദ്ധി ഉണ്ടായി. സമ്പൽ സമൃദ്ധി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒന്നാമത് നല്ല പാതകളൊക്കെ ഉണ്ടായി, നല്ല ഇൻ്റർനാഷണലായിട്ടുള്ള സ്ട്രീറ്റുകളുണ്ടായി. പരസ്പരം വ്യാപാരം വളരണമെങ്കിൽ അത് വേണമല്ലോ. ഹിറ്റ്ലർ എങ്ങനെയാണ് വളർത്തിയത് ആദ്യഘട്ടങ്ങളിൽ? ഹിറ്റ്ലർ ആദ്യഘട്ടങ്ങളിൽ നല്ല മനുഷ്യനായിരുന്നേ. അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത് ഈ ജർമ്മനിക്കാരും മുഴുവൻ. ഞാൻ നേരിട്ട് അവരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്തല്ലേ? അതെ, ആദ്യഘട്ടം സപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം അറും പട്ടിണി കഴിഞ്ഞ് ജനത്തിനെയും അവർക്കൊന്നും ഭക്ഷിക്കാനില്ലായിരുന്ന ഘട്ടങ്ങളിൽ ഞാൻ ഞങ്ങൾക്ക് ഭക്ഷണം തരാമെന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം പുറത്തിറക്കി. അപ്പോൾ അവർക്ക് അപ്പം അവർക്ക് വേണ്ടതായിരുന്നു. അതുകൊണ്ട് എല്ലാ പുരുഷന്മാരെയും നിർബന്ധപൂർവ്വം പുറത്തിറക്കി പണിയെടുപ്പിച്ചു, തോക്കിൻ മുനയിൽ നിർത്തി ജോലി ചെയ്യിപ്പിച്ചു. അങ്ങനെയാണ് വലിയ സ്ട്രീറ്റുകളുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് വളരും, വ്യവസായം പെട്ടെന്ന് വളരും, സാമ്പത്തികം പെട്ടെന്ന് വളരും. നമ്മുടെ രാജ്യത്ത് നല്ല ചില സ്ട്രീറ്റുകളൊക്കെ ഉണ്ടാകാൻ പോകുന്ന അവസരങ്ങളൊക്കെ ഒത്തിരി ബഹളങ്ങളും കാണാൻ പറ്റിയില്ലേ? ഇപ്പം ഒരു എക്സ്പ്രസ് ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കര എതിർപ്പുണ്ടായി പോകും. കേരളത്തിനെ മുറിക്കാൻ പോവാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. പലപ്പോഴും നമ്മുടെ രാജ്യത്തിന് പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന ഇത്തരത്തിലുള്ള പ്രത്യേകതകളും പ്രസ്ഥാനങ്ങളുമാണ്. പോട്ടെ, നമുക്കതിലേക്ക് കിടക്കണ്ട. നമുക്ക് പ്രധാനപ്പെട്ട സംഗതി ഇവിടെ സമ്പൽ സമൃദ്ധി ഉണ്ടായതും അതുപോലെ സ്ട്രീറ്റുകൾ ഡെവലപ്പ് ചെയ്തും വ്യാപാരത്തിന് വളർച്ചയുണ്ടായും കൃഷി അങ്ങ് ഭംഗിയായിട്ട് വികസിച്ചും അതുപോലെ തന്നെ ചുറ്റുപാടുമെല്ലാം കാലഘട്ടം അങ്ങ് മാറി. വലിയ മാളികകളുണ്ടായി, സുഖവാസ വസതികളുണ്ടായി. പല ആളുകൾക്ക് ശീതകാലത്തേക്കും വേനൽക്കാലത്തേക്കും വലിയ വീടുകളുണ്ടായി. ഇഷ്ടംപോലെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഗായക സംഘങ്ങൾ, ലഹരി കണ്ടമാനം വളർന്നു. അതുകൊണ്ട് ഇന്ന് നമ്മൾ നടക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യം പോലെ തന്നെ പണം വന്ന ഗൾഫിൽ പണം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സാമ്പത്തികമായിട്ട് പൊതുവിൽ ഉയർന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിത ശൈലിയിൽ മാറ്റം വന്നു. ആ മാറ്റമാണ് ഇപ്പം കാണുന്ന ഭയങ്കര ആഘോഷങ്ങളും ആഡംബരങ്ങളും. നമ്മൾ വിചാരിക്കുന്നത് നമുക്കൊരു പുതുമയാണ്. പണം കയ്യിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് കാണിക്കുന്ന എപ്പോഴാണ്? മക്കളധികം പേരില്ല, ഒന്നോ രണ്ടോ ഉള്ളൂ. ഒരാളെ ഉള്ളെങ്കിൽ പോകാം, അവരുടെയോ കല്യാണം അങ്ങോട്ട് മേളക്കൊഴുപ്പോടെ ഭയങ്കരമായിട്ട് അങ്ങ് നടത്തും. ഓർത്തോണം, ഇതാണ് ഇവിടെ പഠിപ്പിക്കുന്ന കാര്യം. ആ മേളക്കൊഴുപ്പോടെ നടത്തുമ്പോഴേ അപ്പുറം കുടിലിൽ തീരെ പാവപ്പെട്ടവൻ അതിൻ്റെ മകളെ കെട്ടിച്ചുവിടാൻ നിവൃത്തിയില്ലാതെ കഴിഞ്ഞുകൂടുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ എൻ്റെ സഹോദര, നീ ഇവിടെ ചിലവഴിക്കുന്ന ലക്ഷങ്ങളും കോടികളും ഉണ്ടല്ലോ, അതിലൊരു ചെറിയ ശതമാനമെങ്കിലും നീ ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട അജപാലകനെ എൻ്റെ കൊച്ചിൻ്റെ പേരിൽ വേറൊരു കൊച്ചിൻ്റെ കല്യാണം കൂടി നടത്തണം എന്ന് പറയുന്ന ആളുകൾ ധാരാളം ഉണ്ട്. അത് ചെയ്യാതിരുന്നാൽ ശിക്ഷയുണ്ടാവും. അതാണ് ഇവിടെ സംഭവിച്ചത്. വലിയ ആഡംബരപൂർണ്ണമായ മാളികകളുണ്ടായി, ഭയങ്കര സൗകര്യം. നമ്മുടെ പല വീടുകളിപ്പോൾ ഞാൻ കണ്ട് അകത്ത് കയറുന്ന എന്തൊരു പാടാം. എത്ര ഗേറ്റ് കടന്നാൽ ചെല്ലേണ്ടി. ഞാൻ ഓർക്കുകയാണ്, ഒരു ഗേറ്റ് കടന്ന് ഒരു വീട്ടിൽ ചെല്ലാൻ വേണ്ടി ഭവനസന്ദർശന വേളയിൽ ആദ്യം ഒരു വമ്പൻ ഗേറ്റ് കടന്നു. വമ്പൻ ഗേറ്റ് നടത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ഔട്ട് ഹൗസ് പോലെ ഒരെണ്ണമുണ്ട്, അതും കടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒരു വല്യപ്പൻ ഇരിപ്പുണ്ട് അവിടെ, വലിയ സെക്യൂരിറ്റി ആയിട്ട്. അതും കഴിയണം. നാലാമത്തെ ഗേറ്റിനടുത്ത് മുട്ട അൾസേഷൻ പട്ടി അതിനെ പൂട്ടിയിട്ടിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അകത്ത് കയറി വെഞ്ചരിക്കാൻ നേരത്തെ എൻ്റെ ദൈവമേ, അന്ന് പിന്നെ ആരോഗ്യമുള്ള കാലമായിരുന്നതുകൊണ്ട് കയറി ഇറങ്ങി എല്ലാം ഒരു 3-4 നിലകൾ കയറി ഇറങ്ങി വെഞ്ചരിച്ച് പണി തീർന്നു. എന്നിട്ട് ആരാ താമസിക്കും? ഭാര്യയും ഭർത്താക്കൾ പുറത്ത് കൊണ്ടുപോയി പണം ഉണ്ടാക്കിയിട്ട് പിന്നെ തിരിച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ വലിയ ഗംഭീരമായ കെട്ടിടമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക. എന്നിട്ട് ആ ഭാര്യ തിരിച്ചു വരാനിരിക്കുക, ഭർത്താവ് ഇവിടെ ഉണ്ട്, അതനിച്ച. ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മക്കൾ 2 പേരുടെ അവർ പുറത്ത് പോയി, അവർ ജോലിയിലായി. ഇപ്പം എന്നാ ചെയ്യണേ? അപ്പോൾ ഒന്ന് തിരിച്ച് സമാധാനത്തോടെ ജീവിക്കാമെന്ന് വിചാരിച്ചപ്പോൾ പോയ വഴിക്ക് ഭാര്യ മരിച്ചുപോയി. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ഈ ആക്രാന്തം കാണിച്ചിട്ട് വലിയ സമ്പത്തുണ്ടാക്കി വലിയ മണിമാളിയൊക്കെ ഉണ്ടാക്കി ജീവിക്കാൻ മറന്നു പോകുന്നു എന്നുള്ളതാണ്. സന്തോഷം പങ്കുവയ്ക്കാൻ മറന്നു പോകുന്നു, സ്നേഹം പങ്കുവയ്ക്കാൻ മറന്നു പോകുന്നു. ഇവിടെ നമ്മളെ പരാജയം വന്ന് ഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ അങ്ങനെ തന്നെയല്ലേ? എത്രയോ വമ്പൻ കെട്ടിടങ്ങളാണ് ഇപ്പോൾ പൂട്ടിക്കിടക്കുന്നത് നമ്മുടെ. ഇത്ര വമ്പൻ കെട്ടിടങ്ങൾ. പണ്ട് നമുക്ക് എന്തൊരു കയറി കിടക്കാനൊന്നും ബുദ്ധിമുട്ടുള്ള കുറേ ചെറിയ വീടുകളായിരുന്നു. പെരകൾ എന്നാണ് പറയുന്നത്, പെരകൾ എന്ന് പറഞ്ഞാൽ പെരക്കെട്ട് തന്നെ ഒരു ആഘോഷമായിരുന്നില്ലേ? പെര കെട്ടുന്ന ഓല കൊണ്ട് ആ ആഘോഷങ്ങൾക്ക് കാലഘട്ടം നടന്നു പോയിട്ട് അറിയുമ്പോൾ ആണല്ലോ. ഈ പുതിയ തലമുറയ്ക്ക് അറിയാൻ പാടില്ല, പഴയ തലമുറയ്ക്ക് അറിയാമല്ലോ. ഒരു പെരകെട്ടൊരു ഉത്സവം പോലെ നടന്നിരുന്നത്, കാരണം ഓലപ്പെരയ ആയിരുന്നില്ലേ? ഇതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് നടത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ മാറിയിട്ട് ഇപ്പം ഭയങ്കര മണിമാണികളും മന്ദിരങ്ങളും വന്ന് ഈ കൾച്ചറൊക്കെ അങ്ങ് മാറി. ഇനിയിപ്പോൾ ആരും അമ്മയ്ക്ക് ആളിനെ ആവശ്യമുണ്ട്. പെരകെട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അയൽവക്കത്തെ എല്ലാവരുടെ സഹായം വേണം. എല്ലാവരും കൂടെ വന്ന് കൂട്ടമായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്തതിലൊക്കെ നടത്തിക്കൂടും. അതിൽ എന്തൊരു ജീവനുണ്ടായിരുന്ന അവസ്ഥയാണ്. ആ ജീവനൊക്കെ പോയില്ലേ? ഈ പൂട്ടപ്പെട്ട് കിടക്കുന്ന ഗേറ്റിനകത്തിരുന്ന് വീടിനകത്ത് ആരായിരിക്കുന്നത്? 1-2
ജീവൻ നഷ്ടപ്പെട്ടു പോയി. ഈ സത്യം മനസ്സിലാവും. അപ്പോൾ ഇത് പുതിയ കാര്യമല്ല, ഇത് ആമോസിൻ്റെ കാലഘട്ടം നടന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ വന്നു നോക്കുമ്പം വലിയ മന്ദിരങ്ങൾ വന്നു കഴിയുമ്പോൾ ചേരികളിൽ ചെറിയ ചെറിയ കുടിലുകൾ പട്ടിണിപ്പാവങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആമോസിനെ കണ്ടമാനം ചൊടിപ്പിച്ച സംഗതി. അത് തന്നെയല്ല, വ്യാപാരികൾ അങ്ങോട്ട് ഭയങ്കരമായിട്ട് വളർന്നത് മായം ചേർക്കാത്ത എന്തെങ്കിലും നമുക്ക് ഇവിടെ കിട്ടുമോ? ഇത് പുതിയ കാര്യമൊന്നുമില്ല. അന്ന് അവിടെ മായം ചേർക്കുമായിരുന്നു. അപ്പോൾ ആ മായം ചേർത്ത് വ്യാപാരികൾ അങ്ങ് ഭയങ്കരമായിട്ട് തൂക്കത്തിലും അതുപോലെ തന്നെ അളവിലും ഒക്കെ തട്ടിപ്പ് നടത്തി അവർ പണ്ടമായിട്ടും വളർന്നു. ഉദ്യോഗമണ്ഡലം മുഴുവൻ കോഴ, ഉദ്യോഗസ്ഥ വൃന്ദം മുഴുവൻ കോഴ വാങ്ങി കയറ്റി അന്യായ നികുതി, അതിൻ്റെ പിഴ, ഇങ്ങനെ ഈ പാവപ്പെട്ടവരുടെ മേലെ പിഴ കണ്ടമാനം ചുമത്തുകയും അവന് നിവൃത്തിയില്ലല്ലോ, അവൻ കൊടുക്കാതിരിക്കാൻ പറ്റും, അവൻ കൊടുത്തു. അങ്ങനെ ഒരു അവസ്ഥ, അനീതിയുടെ ഒരു വലിയ ജീവിത സാഹചര്യം ഉണ്ടായി അന്ന്. അപ്പോൾ അതുകൊണ്ട് കടം കയറി പാവപ്പെട്ടവൻ മുടിഞ്ഞു പോകുമ്പോഴത്തേക്കും അവൻ്റെ സ്വത്ത് കണ്ടെത്തും. ആലോചിച്ച് നോക്കി, സ്വത്ത് കണ്ടെത്തും. ആ കണ്ടെത്തി കഴിഞ്ഞാൽ മനുഷ്യനെ അവർ വിൽക്കും, നിവൃത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് സ്വയം വിറ്റ് അടിമയായിട്ട് തീരുകയാണ്. അങ്ങനെ അടിമയായിട്ട് പോവുക. അതേ സമയത്ത് ആ കാലഘട്ടങ്ങളിലൊക്കെ യഹോവയുടെ നിയമം അനുസരിച്ച് എന്തായിരുന്നു അവസ്ഥ? ആ നിയമം അനുസരിച്ച് ഈ വാങ്ങിച്ച കടം ജൂബിലി വർഷത്തിൽ അത് കംപ്ലീറ്റ് എഴുതി തള്ളണമെന്നൊക്കെ ഉണ്ടായിരുന്ന നിയമം. പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകിച്ച് കാലാവർക്കുന്ന ഒരു നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ ഉപേക്ഷിച്ചിട്ട് രാജാവിൻ്റെ നിയമങ്ങളാണ് പാലിച്ചത്. രാജാവിൻ്റെ നിയമം കൂടുതൽ ഊന്നൽ നൽകി സാമൂഹിക സംവിധാനങ്ങളിൽ. രാജാവിൻ്റെ നിയമവും, അതുകൊണ്ട് രാജാവിൻ്റെ നിയമം എന്നതാണ്, രാജാവിൻ്റെ നിയമം അനുസരിച്ച് രാജാവിനോട് ചേർന്ന് നിൽക്കുന്ന പ്രഭു സംവിധാനം അല്ലെങ്കിൽ അധികാരികൾ അവരെ സംരക്ഷിക്കത്തക്ക രീതിയിലുള്ള നിയമങ്ങൾ, അല്ലെങ്കിൽ അത് വലിയ സൈനിക സംവിധാനത്തെ സംരക്ഷിക്കണം. അതിനു വേണ്ടി നികുതി 10 ഇരട്ടിയാക്കി അങ്ങ് വളർത്തി. ആരാ ഈ പിടിച്ചു നിർത്തുന്ന ഈ രാജ്യത്ത്? ഈ പറഞ്ഞ ഭരണാധികാരികൾക്ക് വഴിവിട്ട രീതിയിലേക്ക് അവർ ആഡംബരം കൊണ്ടുപോയാൽ ഈ ആഡംബരം ചിലവാകുന്ന പണം എവിടുന്ന് വരുന്നതാണ്? ഈ പാവപ്പെട്ടവൻ്റെ കൂലിപ്പണിയിൽ നിന്ന് വരുന്നതാണ്. അന്നും ഇന്നും ഒരുപോലെ തന്നെയല്ലേ? അപ്പോൾ ആ തുല്യതയെക്കുറിച്ച് ഇങ്ങ് വിസ്മരിച്ചും. ഇപ്പോൾ ജൂബിലി വർഷത്തിൽ ഉച്ചനീചത്വങ്ങളൊക്കെ ഇല്ലാതാക്കണമെന്നും എല്ലാ തലത്തിലുമുള്ള തുല്യത പുനഃസ്ഥാപിക്കണമെന്നും നിയമമുള്ള ജനമായത്. പക്ഷേ ആ ജനത്തിൻ്റെ ആ വിശ്വാസമൊക്കെ എടുത്തു കളഞ്ഞിട്ട് വിഗ്രഹാരാധന വന്നു കഴിഞ്ഞപ്പം രാജാവിന് തോന്നിയ പോലെ നിയമങ്ങളുണ്ടാക്കി. അപ്പോൾ വാസ്തവം പറഞ്ഞാൽ താരതമ്യേന യൂദയായിരുന്നു മെച്ചം. അവിടെ ജെറുസലേം ദേവാലയമുണ്ട്, അപ്പുറം അങ്ങോട്ട് അതപ്പതിച്ച് പോയിട്ടില്ലായിരുന്നു. എങ്കിലും ജസ്ബേൽ രാജ്യവും സ്വകാര്യ സ്വത്തമായിട്ട് ഈ രാജ്യത്തെ ജസ്ബേൽ രാജ്യം എങ്ങനെയല്ലേ രാജ്യത്തെ രാജാവിൻ്റെ സ്വകാര്യ സ്വത്തായിട്ട് പരിഗണിക്കുന്ന രീതിയിലേക്ക് വന്നു. ഇന്നങ്ങനെയാണോ? നമ്മൾക്ക് പണ്ട് പറയുമായിരുന്നല്ലോ, അതായത് രാജാവും പ്രജയും. നമ്മുടെ ഒരു രാഷ്ട്രീയ നേതാവർക്ക് പ്രജയെന്ന് പറഞ്ഞാൽ വലിയ ഭയങ്കര വിമർശന ടൈമാണ്, നമുക്കറിയാമല്ലോ. പ്രജകൾക്ക് വേണ്ടി പ്രജയെന്ന് പറഞ്ഞാൽ എന്നതാ? അത് രാജാവും പ്രജയും നമ്മൾ എന്നത്തില്ല. നമ്മൾ പ്രജയല്ല, നമ്മൾ പൗരനാണ്. നമുക്ക് അവകാശങ്ങളുള്ള പൗരനാണ്. പ്രജയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അധികാരിയുടെ കാരുണ്യത്തിന് കീഴെ കിടക്കുന്നയാളാണ് പ്രജ. അപ്പോൾ ഇവിടെ അതുകൊണ്ട് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചില്ല. അപ്പോൾ വലിയവരും ചെറിയവരും എന്നൊരു വിഭാഗമോടെ രൂപം കൊണ്ടു. വലിയവർ എന്ന് പറയുന്നത് ആരാ? രാജഭരണത്തോട് ചേർന്ന് നിൽക്കുന്നവർ, ഉദ്യോഗസ്ഥ മണ്ഡലത്തിൽപ്പെട്ട ആൾക്കാർ, അവരാണ് വലിയവർ. ചെറിയവരാരാ? വാസ്തവത്തിൽ ഇവരാണ് കർഷകരാണ് ചെറിയവരായിട്ട് കണക്കാക്കുന്നത്. അവരെ അധ്വാനം കൊണ്ട് നിലനിർത്താൻ പറ്റുകയുള്ളൂ. അവരൊക്കെ ചെറിയവരായിട്ട് കണക്കാക്കി നീതി കൊടുക്കാനുള്ളവരും. അങ്ങനെ കർഷകരെ കാര്യമില്ലാത്തൊരവസ്ഥ ഉണ്ടായി. എന്നതല്ലേ അവസ്ഥ? കാർഷിക രംഗത്തിന് എന്ത് പ്രാധാന്യം നമ്മൾ കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വോട്ട് ബാങ്കിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും അവർ കൊടുക്കണമെന്ന് പറയും. കർഷകരുടെ വോട്ട് ബാങ്ക് കുറവാണെങ്കിലേ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. പക്ഷേ നാമം നിലനിൽക്കുന്നത് എങ്ങനെയാണ്? കാർഷിക വിളകളിലൂടെയല്ലേ? അതേക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പാവപ്പെട്ടവർക്ക് ആരുമില്ലാത്തൊരവസ്ഥയുണ്ടായി ആമോസിൻ്റെ കാലഘട്ടങ്ങളിൽ. പാവപ്പെട്ടവർക്ക് ആരുമില്ല. ഇന്നും ഇങ്ങനെ ഏതാണ്ടൊക്കെ ഇങ്ങനെ തന്നെയല്ലേ? ഒരു വലിയ കേസ് നടത്തി പിന്നെ അതിൻ്റെ പാവപ്പെട്ടവന് ഇവിടുന്ന് പണം ഉണ്ടാകും. അവരുടെ അനീതി ചെയ്യുന്ന ആളിനെതിരെ ഒരു കേസ് കിട്ടണമെന്ന് വിചാരിച്ചാൽ അവനെ ഏത് തരത്തിലാണ് രക്ഷപ്പെടാൻ പറ്റുക? എന്തായാലും പണ്ടത്തിലൊക്കെ ഉള്ള വ്യത്യാസമുണ്ട്. ജനാധിപത്യ സംവിധാനങ്ങളിലും സംശയമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അന്നുണ്ടായ അവസ്ഥയാണ്. അപ്പോൾ നീതിന്യായ കോടതിയോ, അപ്പോൾ അതാരാ? രാജാവ് നിശ്ചയിച്ച ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ രാജാവിന് അനുകൂലമല്ലേ വിധിക്കുകയുള്ളൂ. ഇപ്പം നമ്മുടെ സംവിധാനങ്ങൾ, ജനാധിപത്യ സംവിധാനങ്ങളിൽ ഏതെങ്കിലും അനാശാസ്യകരമായ സാധനം ഉപയോഗിച്ച് പ്രത്യേക ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് വിധിക്കാൻ പറ്റുന്ന രീതിയിലെ ആളുകളെയാണ് കോടതിയിലേക്ക് കയറ്റിക്കൊണ്ട് വരുന്നതെങ്കിൽ നമ്മുടെ സ്ഥിതിയും മെച്ചപ്പെട്ട ഒന്നാവില്ല. ഒരു സംശയവും വേണ്ട. ഇനി നമുക്ക് ആകെ ആശ്രയമുള്ളത് നീതിന്യായ കോടതികളാണ്. നമ്മുടെ രാജ്യത്ത് എത്രയാണെങ്കിലും തകർന്നു പോയിട്ടൊന്നുമില്ല. നീതിന്യായ ബോധ്യമുള്ള ധാരാളം ന്യായാധിപന്മാരുണ്ട്. അതുകൊണ്ട് അത്രയും അനീതിയെ പിടിക്കുന്നില്ല. അതേസമയത്ത് അതെല്ലാം
പഠിച്ചറിഞ്ഞതിന് ശേഷം ഒരു ഭരണ സംവിധാനത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തോട് മാത്രം കൂറുള്ള ആളുകളെ ന്യായാധിപന്മാരൊക്കെ വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ടല്ല ചിലർക്ക് ന്യായാധിപന്മാർ കാലഘട്ടം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പം അവർ ഇന്നെ പാർട്ടിയുടെ ആളായിട്ട് പോകുന്ന പോലെ അസ്വസ്ഥ സങ്കടകരമായൊരു കാര്യമാണ്. നീതിബോധത്തോടുകൂടി എല്ലാ ജനത്തിലും ഒരുപോലെ കാണേണ്ട ന്യായാധിപൻ ഒരു പാർട്ടിയുടെ ആളായി തീരാൻ പാടുള്ളതല്ല. എന്ത് കാര്യമാണെങ്കിലും ശരി. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇവിടെ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ നീതി നിർവഹണം നടത്തിയിരുന്ന കാലഘട്ടങ്ങളിൽ എന്ത് നിഷ്പക്ഷതയാണ് ഉണ്ടാകുമായിരുന്നത് ആർക്കും ഊഹിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നീതിന്യായ വ്യവസ്ഥിതിയിലും ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അവിടെ കോഴ വാങ്ങിക്കുന്ന രീതിയിലുണ്ടായും. ആരാ? ഈ സാക്ഷികളെയൊക്കെ കൊണ്ട് നിർത്തിയിട്ട് അവർക്ക് കോഴ കൊടുക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം കോഴ മേടിക്കണം. അങ്ങനെ കോഴയ്ക്ക് വേണ്ടി ജീവിക്കുന്നില്ലേ, കോഴ കൊടുത്തിട്ട് ഏതെങ്കിലും തരത്തിൽ അത് അനുസരിക്കാത്ത ആളെ അതിനെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായി. അപ്പോൾ കോടതികളെ പാവപ്പെട്ടവർക്ക് ഒരു ചൂഷണ മർദ്ദന കേന്ദ്രങ്ങളായി കോടതികൾ അന്നുണ്ടായിരുന്നു. ഊഹിക്കാവുന്നതേ ഉള്ളൂ. രാജഭരണമാണെന്ന് ഓർക്കണം. അത് ജനാധിപത്യ സംവിധാനമല്ല. എന്തൊരു പീഡനങ്ങളിലായിരിക്കും ഈ പാവപ്പെട്ട കടന്നുപോയി പോയത്. പണമുള്ളവന് സ്വാധീനമുണ്ട്. അപ്പം പണമുള്ളവന് മാത്രമേ സ്വാധീനമുള്ളൂ. അപ്പോൾ ഏത് അന്യായം നടപ്പിലാക്കാൻ പറ്റും. ഇപ്പം ദരിദ്രരോ കൂടുതൽ ദരിദ്രരായി, സമ്പന്നർ കൂടുതൽ സമ്പന്നരായി. ഇന്നത്തെ അവസ്ഥ തന്നെയല്ലേ. സമ്പന്നർ കൂടുതൽ സമ്പന്നരായി, ദരിദ്രർ കൂടുതൽ സമ്പന്നരായി. അപ്പോൾ അന്ന് ഈജിപ്തിലുണ്ടായിരുന്ന അടിമത്തത്തേക്കായ കഷ്ടമായ അടിമത്തത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം സ്വന്തം രാജ്യത്തിലുണ്ടായി. വാഗ്ദത്ത നാടാണിത്, കാനാൻ ദേശമാണിത്. അങ്ങനെ അവസ്ഥയുണ്ടായി. അതുകൊണ്ട് ബലാത്കാരമായ ചില ഭൂമി തട്ടിയെടുക്കാൻ കൂടി തുടങ്ങി. അന്ന ഘട്ടങ്ങളിൽ കഴിവില്ലെങ്കിൽ എന്നാ ചെയ്തു? സ്ത്രീകൾ മാനഭംഗപ്പെടപ്പെട്ടു. അതുകൊണ്ട് ആഡംബരം ഇങ്ങനെ ഭയങ്കരമായ ധനികര ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് മതസംവിധാനം ഇതിലേ പോയി. അവിടെയാണല്ലോ ഏറ്റവും വലിയ ശക്തി കിട്ടിയിരുന്നത്. യെരൂശലേം ദേവാലയത്തെ ആരാധന. പക്ഷേ യഹോവ നീതിയാണ്, അല്ലെങ്കിൽ സമത്വവും അത് നിലനിർത്താൻ പ്രേരിപ്പിക്കുന്ന, പക്ഷേ ആ യഹോവ നിലവിളി കേൾക്കുന്നയാളിനെ പകരം കൊണ്ടുവച്ചിരിക്കുന്ന വിഗ്രഹങ്ങളാണ്. അപ്പോൾ ആരുടെ നിലവിളി കേൾക്കാനാണ്? വിഗ്രഹങ്ങളാണ് ഇവിടെ. അപ്പോൾ ഉടമ്പടിയെക്കുറിച്ചുള്ള ആ ചിന്തകളൊക്കെ പോയി, നിയമങ്ങൾ അനുസരിക്കാനുള്ള ചിന്തകൾ പോയി. അതെല്ലാം പോയതിന് ശേഷം ബലിയർപ്പണം തന്നെ ഒരു വിധത്തിൽ പറഞ്ഞ ആഡംബരങ്ങളെ ആവിഷ്കാരമായി മാറി. അത് നന്ദിയും സ്നേഹവും അർപ്പിക്കുന്ന രീതി ആയിരുന്നില്ല. അപ്പോൾ സമൂഹത്തിൽ നീതിയും സമത്വവും നിലനിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. ഇങ്ങനെയുള്ള മതാത്മകത അത് വാസ്തവം പറഞ്ഞാൽ ചീഞ്ഞു നാറുന്ന രീതിയിലേക്ക് കടന്നു വന്നു. നമ്മുടെ മതാത്മകതയിലെ തിരുനാളുകളുടെയൊക്കെ ആഡംബരമൊക്കെ നല്ലത് തന്നെയാണ്, ആഘോഷമൊക്കെ നല്ലത് തന്നെയാണ്. മനുഷ്യരുടെ ആഘോഷമൊക്കെ വേണം, അതിനകത്ത് ഒരു തെറ്റും ആരും പറയില്ല. പക്ഷേ ആ ചിലവഴിക്കുന്ന പണം ഒന്ന് താരതമ്യം ചെയ്യണം. ആ ഇടവകയിൽപ്പെട്ട, അത് മാത്രമെങ്കിലും ചിന്തിക്കുക, ഇടവകയിൽപ്പെട്ട ബിലോ പോവർട്ടി ലൈനിലുള്ള ഇത്ര കുടുംബങ്ങളുണ്ടെന്ന കണക്ക് നമ്മുടെ അജപാലകർക്കുണ്ടോ? ഓരോ ഇടവകയുടെയും BPL ലെവലിലുള്ള കുടുംബങ്ങളുടെ കണക്ക് എല്ലാ അജപാലകരും സൂക്ഷിക്കേണ്ടതാണ്. അവരെ കേന്ദ്രീകരിച്ച് വേണം അജപാലനം പോകാനായിട്ട്. അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ, അവരുടെ മക്കളെ കെട്ടിച്ചയക്കാൻ, അവരുടെ രോഗാവസ്ഥകളെ സഹായിക്കാൻ. ഇത്രമാത്രം ഒരു വലിയ ഇടവകയിൽ സാധാരണഗതിയിൽ പണ്ടൊരിക്കൽ ഞാൻ ഒരു പാരീഷിലിരുന്നപ്പോൾ ഓർക്കുകയാണ്, 10,000 കൂടുതൽ ഇടവകളുടെ കുടുംബങ്ങളിൽ ഏതാണ്ട് 218 BPL ഉണ്ടായിരുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. BPL ഇത്രയും ഉണ്ടായെങ്കിൽ ഞാൻ ആ ഇടവക്കാരുടെ പൊതുവിൽ പറഞ്ഞു, ഈ BPL എന്ന് പറയുന്ന തീരെ താഴ്ന്ന ദാരിദ്ര്യമുള്ള അവസ്ഥയിൽപ്പെട്ട കഴിയുന്ന നമ്മുടെ ഇടവകാംഗങ്ങൾ തന്നെയാണ്. അതേസമയം നിങ്ങൾ സമ്പന്നരാണ്. അപ്പോൾ ഇവർ ഏതൊരാവശ്യത്തിനും ഞാൻ ചോദിക്കാൻ പണം തന്നിരിക്കണം. അവർ കൊടുത്തു, അവർ തന്നു. ഒരുപാട് നന്മകൾ ചെയ്യാനായി. BPL കുടുംബങ്ങളിൽ എല്ലാ പെൺപിള്ളേരും കെട്ടിച്ചയക്കാൻ പറ്റി, എല്ലാ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കാൻ പറ്റി, നല്ല നിലയിലായി. ഇപ്പോൾ അവരൊക്കെ BPL അപ്പുറത്തോട്ട് കടന്ന് വലിയ സമ്പന്നരായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതി അജപാലനത്തുണ്ടാകേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് അന്ന് നടന്നത്, അന്ന് നമുക്കും ഇന്ന് ഈ ജീവിതത്തിൽ പ്രസക്തമാണെന്ന കാര്യം. അപ്പോൾ യാവേ നീതിമാനാണ് എങ്കിൽ ആ നീതി നമ്മുടെ ആ ഭരണതലത്തിൽ കടന്നു വരേണ്ടതാണ്. പക്ഷേ ഇവിടെ അതിലുണ്ടായത് മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു. എങ്ങോട്ടാണ്? തിന്മയിലേക്ക് പോയത്. ആഹാബ് രാജാവിൻ്റെ ബാൽ ആരാധന അങ്ങോട്ട് കൊണ്ടുപോയി. ആ വിഗ്രഹാരാധനയിലേക്ക് പോയി. യെസബേൽ രാജ്ഞിയുടെ വിഗ്രഹാരാധന, അതിലേക്കാണ് മനുഷ്യൻ്റെ ശ്രദ്ധ മുഴുവൻ പോയത്. അവിടെ എന്നാ സംഭവിച്ചത്? ബാലും അഷേറായും അതിൻ്റെ കൂടെ യാവയും. ആലോചിച്ച് നോക്കിയേ, ഈ 3 വിഗ്രഹങ്ങളുടെ യഹോവയും. ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. ചില ആൾക്കാർ നമ്മൾ ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ പ്രതിഷ്ഠിക്കുന്നു, ഞങ്ങൾക്കത് വിരോധമൊന്നുമില്ല, ഞങ്ങൾക്ക് യേശുവിനെയും ആരാധിക്കാം, അത്രയേ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ ദൈവങ്ങളെ എന്നോട് നിങ്ങൾ ആരാധിക്കുന്നില്ല എന്ന ചോദിക്കുന്നവരൊന്നും മനസ്സിലാക്കണം, നമുക്കത് പറ്റില്ല എന്നാണ്. കാരണം ഇവിടെ വ്യക്തമായ വെളിപാടാണ്, അത് ഏക ദൈവമാണ്, ഈ ദൈവമല്ല മറ്റൊരു ദൈവമില്ല എന്ന്. അതുകൊണ്ട് മറ്റൊന്നിനും ദൈവമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്ന്.
അത് സ്നേഹപൂർവ്വം നിങ്ങൾ സ്വീകരിക്കണം. ഒരു പിണക്കവുമില്ല, നിങ്ങളുടെ ആരും ഒരു പിണക്കവുമില്ല. പക്ഷേ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതിനൊക്കെ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അതങ്ങനെയാണ്. അത് ദൈവിക വെളിപാടിൻ്റെ വിശ്വാസമാണിത്. അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുകയില്ല എന്ന കാര്യം അവൾ വളരെ കൃത്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ കാലഘട്ടങ്ങളിൽ ഈ ദൈവങ്ങളൊക്കെ പ്രീതിപ്പെടുത്താനുള്ള പോക്കും പരിപാടികളായിരുന്നു നടന്നിരുന്നത്. അതെന്താ, അവനവൻ്റെ മനസ്സിൻ്റെ ഇഷ്ടം പോലെ മാത്രം. അതിനകത്ത് അവർക്ക് ഇഷ്ടം പോലെ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ധാരാളം ഉണ്ടായി. അവിടെ എന്താ, ഹൃദയബന്ധത്തിനുള്ള പ്രാധാന്യം, ദൈവത്തോടുള്ള ഹൃദയബന്ധത്തിന് പ്രാധാന്യം ഇല്ല അവിടെ. അവിടെ പ്രാധാന്യം കാണിക്കാം എന്തിനെ കൊണ്ട് അവിടെ കൊണ്ട് ഇടുന്നു, നേർച്ച നേടുന്നു. കാരണം അതിൽ കണ്ടുനിന്നിട്ടാണ് ഇരിക്കുന്ന അധികാരികൾ. അപ്പോൾ അതുകൊണ്ട് ബാലും അതുപോലെ തന്നെ യഹോവയും നമ്മൾ ഒരു വ്യത്യാസമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നുകൂടി. അതുകൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ബലിയർപ്പണത്തിൽ ഒരുപോലെ യാവയ്ക്കും ഇവയെ പറഞ്ഞ വിഗ്രഹങ്ങൾക്ക് ബലി ഒരുപോലെ അർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ യാവ ഒരുവൻ മാത്രമാണ് എന്നുള്ള കാര്യം മറന്നുപോയി. അതേ സമയത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് തങ്ങളൊരു ചിന്തയൊക്കെ അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ജനം ആ ഉടമ്പടിയൊക്കെ വിട്ടുപോയി. ഒക്കെ ആ ജനമാണ്. അപ്പോൾ ആ ദൈവപ്രീതിയാണ് നമ്മുടെ ആ സമൃദ്ധിയുടെ അടയാളം എന്ന് വരെ ധരിച്ചു വെച്ചു. ബാലിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് ഇതുപോലെ സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്ന വരെ അനുഗ്രഹിച്ചു. അതുകൊണ്ട് പുറമേ മതാത്മക സജീവമാണ്, പക്ഷേ അകമേ ആന്തരികതയിൽ നീതിയില്ലായിരുന്നു. അതിനകത്തുമില്ല പിശക്. പുറമേ എല്ലാം സജീവവും ആഹ്ലാദപ്രദമൊക്കെയാണ്. അപ്പോൾ അനീതിക്ക് പ്രോത്സാഹനം കൊണ്ടും അതുകൊണ്ട് പിഴ കൊണ്ടും ഇതുകൊണ്ട് കിട്ടുന്ന മദ്യവും അതുപോലെയുള്ള മറ്റ് സൗകര്യങ്ങൾ കൊണ്ടും അതുകൊണ്ട് വസ്ത്രം നേർച്ചയായിട്ട് വരുന്ന ഉപയോഗിച്ചുകൊണ്ട് കാമകേളികൾ ദേവാലയത്തിൽ തന്നെ നടത്തുന്ന സാഹചര്യം ഉണ്ടായി. ഓക്കെ, ഇതിൽ പ്രവാചകൻ പിന്നെ സഹിക്കുമോ? അതുകൊണ്ട് അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും അടിമകൾക്ക് ക്രൂരമായ മർദ്ദനം, ഒരു ദയമില്ലാത്ത മർദ്ദനം. അടിമയായി തീരുന്നത് എങ്ങനെയല്ലേ? സമ്പത്തിന് കടം വീട്ടാൻ നിവൃത്തിയില്ലാണ്ട് അവൻ അടിമയായിട്ട് തീരുക. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ചൂഷണത്തിനൊക്കെ കൂട്ടു നിൽക്കുന്ന നിയമ സംവിധാനമാണ് ഉണ്ടായിരുന്നു. ആ നിലവിളി, പാവപ്പെട്ടവൻ്റെ നിലവിളി കേൾക്കാൻ ദൈവം ഇവിടെ ഇല്ല, അത് യഹോവയാണ്. അപ്പോൾ അതുകൊണ്ട് പാവപ്പെട്ട നിലവിളി കേൾക്കുന്നവൻ്റെ ആ വിളിച്ചപേക്ഷിക്കുന്ന രീതിയൊക്കെ അങ്ങ് പോയി. അങ്ങനെയാണ് ആമോസിൻ്റെ ഘട്ടങ്ങൾ. പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് പ്രവചനങ്ങൾ വായിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാവും. ആമോസ് എന്ന് പറഞ്ഞാൽ ആ പേരിൻ്റെ അർത്ഥം തന്നെ ഭാരമെന്ന, ചുമടുന്ന, ദൈവവചനത്തിൻ്റെ ഭാരം ചുമക്കുന്നവൻ, അതിൻ്റെ ചുമടി ചുമക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ്. അതുപോലെ തന്നെ തെക്കോവ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഈ പറയുന്ന ആൾ ആട്ടിടയന. അദ്ദേഹം ആരായിരുന്നു എന്നുള്ള കൃത്യമായിട്ട് വിവരിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം സമ്പന്നനായ ഒരു മനുഷ്യനായി. ആട്ടിടയന പ്രധാനപ്പെട്ട ഒരു കാരണം പറയുന്നത് അദ്ദേഹത്തിന് ഉപയോഗിച്ചിരുന്ന വാക്ക് സാധാരണ ഇടയന്മാരുടെ വാക്കല്ല. ജെറുസലേമിൽ നിന്ന് 15 കിലോമീറ്റർ തെക്കായിരുന്നു തെക്കോവ. 2000 അടി ഉയരത്തിലാണ്. ഇന്നും ആ പേര് തെക്കോവ എന്ന് തന്നെയാണ് അവിടെ. അപ്പോൾ കിഴക്ക് മരുഭൂമി 25 കിലോമീറ്റർ അപ്പുറയാണ് ചാവുകടലുള്ളത്, 400 അടി താഴെയാണ്. അപ്പോൾ അദ്ദേഹം നോക്കത് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട നോക്കം, ഇടയന്മാരെ താൻ വിളിക്കുക ഇടയനാണ്. ഇദ്ദേഹത്തെ വിളിക്കുക നോക്കത് എന്ന് പറഞ്ഞാൽ ആ വെറും ഇടയനല്ല, 100 കണക്കിന് അല്ലെങ്കിൽ 1000 ഇടയന്മാർ അല്ലെങ്കിൽ ആടുകളുള്ള ഒരു വലിയ വിഭാഗത്തിൻ്റെ ഉടമയാണ്. അപ്പോൾ മോവാബ് രാജാവിനെ അദ്ദേഹം എന്തായിരുന്നു, ഒരിക്കൽ നേരത്തെ ആടുമാടുകളുണ്ടായിരുന്നു. 2 രാജാക്കന്മാർ 3-4 പറയുന്നു, വർഷം തോറും 1,00,000 കുഞ്ഞാടുകളും 1,00,000 മുറ്റാടുകളുടെ രോമം കത്തിരിക്കാൻ ഇങ്ങനെ ഇസ്രായേൽ രാജാവിന് കൊടുത്തിരുന്നെന്ന് പറയുമ്പോൾ ആളാരായിരുന്നു നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം അതുകൊണ്ട് വെറും സാധാരണ എന്ത് ചിലവഴിക്കാൻ വേണ്ടി കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് പ്രവാചകം അത് വിളി സ്വീകരിച്ച ആളല്ലിത്. വളരെ സമ്പന്നനായ ഒരു മനുഷ്യനായി. ഇപ്പം നോക്കർ എന്ന് പറയുന്ന വലിയ തോതിൽ ആടുകളുള്ള ആളാണ് നോക്കർ. ഇങ്ങനെയുള്ള ആളായിരുന്നു ഈ പറയുന്ന ആമോസ് പ്രവാചകൻ. അപ്പോൾ പുരോഹിതനായ അമാസ്യായിക്ക് ആമോസിൻ്റെ വിളിയെക്കുറിച്ച് പറയുമ്പം 2 ജോലികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ആട്ടിടയനായിരുന്നു, ഹീബ്രു മൂലം എന്ന, അതുപോലെ തന്നെ സിക്കമോർ മരം വെട്ടി ഒരുക്കുന്നത് ചെയ്യും. സിക്കമോർ മരം എന്ന് പറഞ്ഞാൽ അത്തിമരമാണ്. ദൂരതയിൽ വന്ന് വെട്ടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒക്കെ പറഞ്ഞാൽ നമ്മൾ തടി ബിസിനസ് നടത്തുന്ന ആളായിരുന്നു, വമ്പൻ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ 2 ജോലികൾ ചെയ്തിരുന്നയാളാണ് അദ്ദേഹം. നല്ല സാമ്പത്തിക ശേഷിയും. അപ്പോൾ അദ്ദേഹത്തിന് നിവൃത്തിയില്ലാഞ്ഞിട്ടൊന്നുമല്ല ഈ പ്രവാചക വിളിയിലേക്ക് കടന്നു പോയ അദ്ദേഹത്തിൻ്റെ ഉൾവിളിയാണ്. അപ്പോൾ യുദ്ധത്തിൻ്റെ ക്രൂരത, അപ്പോൾ അദ്ദേഹത്തിന് പല രാജ്യങ്ങളുടെ മേലും ചുറ്റുപാടുകൾ യുദ്ധങ്ങളുടെ ക്രൂരത എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് ചുറ്റുപാടുകളിലുള്ള 7 രാജ്യങ്ങളുടെ മേൽ കർത്താവിൻ്റെ വിധി പ്രസ്താവിക്കുമ്പോൾ അദ്ദേഹം സമീപകാല ചരിത്രം പറയണം. യുദ്ധത്തെ ശക്തമായിട്ട് എതിർത്തു. അതുകൊണ്ട് അദ്ദേഹം പറയുന്നതാണ്, ഇസ്രായേലിന് അവസ്ഥ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. സമ്പന്നരുടെ ആഡംബരം, അതുപോലെ കോടതികളിലെ അനീതി, ദേവാലയങ്ങളിലെ അനീതി എന്ന് പറഞ്ഞ ആഘോഷങ്ങൾ,
പാവപ്പെട്ടവരുടെ ദയനീയ അവസ്ഥ, സാമ്പത്തിക പുരോഗതിയുടെ പിന്നിലെ അക്രമങ്ങളും അഴിമതികളും അനീതികളും, ഇതാണ് ആമോസ് പ്രവാചകൻ്റെ പിന്നിലെ പശ്ചാത്തലം എന്ന് പറയും. അപ്പം അത് നമ്മൾ മനസ്സിലിരിക്കട്ടെ. ഇനി നിങ്ങൾ ആ പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ ഓരോ ഭാഗം നോക്കുമ്പോൾ ഓർക്കണം, ഈ പശ്ചാത്തലം ഇതാണ്, ഇതിനോടാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കണം. സമാനമായ സാഹചര്യം വരുമ്പോൾ ഈ വചനം ഇവിടെ പ്രസക്തമാണ്. സമാനമായ സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ ഇത് ഇവിടെ പ്രസക്തമാണ്. അങ്ങനെയാണ് ഈ വചനം വളരെ അപ്ലിക്കബിളായിട്ട് വരും നമ്മുടെ ജീവിതത്തിലേക്ക്. അപ്പോൾ അതുകൊണ്ട് ആ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആ പ്രവചനമൊന്ന് വായിച്ചിട്ട് വരാമെങ്കിൽ നന്നായിരിക്കും. കർത്താവ് ഈശോയും കൃപയും പിതാവാചകത്തിൻ്റെ സ്നേഹവും പിതാവിൻ്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.